നിലമ്പൂർ നിയോജകമണ്ഡലത്തിനായി പ്രത്യേക വികസന പാക്കേജ് നടപ്പിലാക്കുമെന്നും സ്വന്തമായി സ്ഥലമില്ലാത്ത ഗോത്രവർഗക്കാർക്ക് സ്ഥലവും വീടും നൽകുന്ന പദ്ധതി ഈ വർഷം തന്നെ ആരംഭിക്കുമെന്നും പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമവകുപ്പ് മന്ത്രി കെ.എ. തുളസി അറിയിച്ചു. വികാസ് വിഷൻ 2040 സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ഗോത്രവർഗ വിഭാഗ അവശ്യരേഖ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടും വിദ്യാർത്ഥികൾക്ക് പഠനമുറികളും ഒരുക്കും. നിലമ്പൂരിൽ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ നിർമ്മിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഗോത്രവിഭാഗ വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിനായി ഉന്നതി സ്കോളർഷിപ്പ് നൽകും. സിവിൽ സർവീസ് പരിശീലനത്തിനായി മികച്ച സ്വകാര്യ സ്ഥാപനങ്ങളിൽ സൗകര്യമൊരുക്കുകയും ഇതിന്റെ മുഴുവൻ ചെലവും സർക്കാർ വഹിക്കുകയും ചെയ്യും. കൂടാതെ ജനങ്ങൾക്ക് സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ പുതിയ ഓൺലൈൻ പോർട്ടൽ ആരംഭിക്കും. തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേനയുള്ള പദ്ധതി ഫണ്ടുകൾ അവസാന നിമിഷം ചെലവഴിക്കുന്ന രീതി മാറ്റി കൃത്യസമയത്ത് ആവശ്യക്കാരിലെത്തിക്കാൻ നിർദ്ദേശം നൽകും. ആര്യാടൻ ഷൗക്കത്ത് എം.എൽ.എ. അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. നമുക്ക് ഈ പാവങ്ങൾക്ക് അത് കൊടുത്തൂടെ, അതിനൊരു സംവിധാനം നമുക്ക് ഉണ്ടാക്കിക്കൂടെ എന്ന് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുക, നമ്മളോട് ഇങ്ങോട്ട് പറയാം. അങ്ങനെയുള്ള ഒരു വകുപ്പ് മന്ത്രിയെ തന്നെയാണ് ഇന്ന് പട്ടിക ഗോത്ര വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്നത് എന്ന് കെ.എ. തുളസി മിനിസ്റ്റർ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വലിയ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഉൾപ്പെടെയുള്ള ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, മുൻപൊക്കെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു അട്ടപ്പാടി, അതുപോലെ തന്നെ നെല്ലിയാമ്പതി, അതുപോലെ വയനാട് ഉൾപ്പെടെയുള്ള വളരെ വൾണറബിൾ ആയിട്ടുള്ള ഏരിയകൾ പ്രഖ്യാപിക്കുമ്പോൾ നിലമ്പൂർ പലപ്പോഴും വിട്ടുപോകാറുണ്ട് എന്നൊരു സങ്കടം എന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം സർക്കാരിന്റെ ഭാഗത്ത് ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിലമ്പൂർ ഇനി എന്ത് പദ്ധതി സംസ്ഥാനത്ത് നമ്മുടെ വകുപ്പ് പ്രഖ്യാപിക്കുമ്പോഴും അത് നിലമ്പൂർ അറിയാതെ പോലും വിട്ടുപോകില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എല്ലാ മേഖലയിലുള്ള ജനങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിൽ ജനങ്ങൾ അധികാരം തന്നിരിക്കുന്നത് എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കാനാണ്. അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ചില ഭാഗങ്ങളിലേക്ക് മാത്രം കൊടുത്ത് ചില ഭാഗങ്ങളെ അവഗണിക്കുക എന്നുള്ളത് ഈ സർക്കാരിന്റെ നയമല്ല. എല്ലാ പ്രദേശങ്ങളിലേക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ നമുക്ക് കിട്ടുന്ന ഫണ്ട് അത് ഒരു രൂപ പോലും ലാഭമാക്കാതെ കൃത്യമായിട്ട് ജനങ്ങളുടെ കൈകളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സമൂഹത്തിന്റെ പരിപൂർണമായിട്ടുള്ള വികസനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ദൗത്യം. അത് വളരെ സുതാര്യമായും സത്യസന്ധമായും ആത്മാർത്ഥമായിട്ട് നിർവഹിക്കും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിലമ്പൂരിനായിട്ട് പ്രത്യേകമായിട്ടും തന്നെ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കും. അതിൽ എം.എൽ.എ. ഉൾപ്പെടെയുള്ള ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള മറ്റ് ജനപ്രതിനിധികൾ, എം.പി. ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായിട്ടും മറ്റാളുകളുമായിട്ടും സംഘടന പ്രവർത്തകരുമായിട്ടും ഒക്കെ കൃത്യമായിട്ട് ആലോചിക്കും. കാരണം ഒരാൾ ഒറ്റയ്ക്ക് ഓഫീസ് നടത്തിയിരുന്ന തീരുമാനം എടുക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമായിട്ടുള്ള തീരുമാനം നമുക്ക് കൂട്ടായി ഇരുന്ന് ആലോചിച്ചാൽ നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കും. അത് സർക്കാരിന് തുറന്ന് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ദൗത്യം. ആ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നതിന് വേണ്ടി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന 4 മണിക്കൂറെങ്കിലും നിയമം ഉറങ്ങണം. അത്രയേ ഉറങ്ങാൻ നിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ള സമയം മുഴുവൻ നമ്മുടെ വകുപ്പിന്റെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കായിട്ട് കാഴ്ചവെക്കാൻ ഞാൻ വളരെ ഉറക്കം വിളിച്ചു നിന്ന് പണിയെടുക്കുന്നത് തന്നെയാണ്. നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ അക്കാര്യത്തിലുണ്ട്. സംഘടന പ്രവർത്തനമുണ്ട്, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയുണ്ട്. കാരണം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ട് പോയാലേ നമുക്കത് ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയുള്ളൂ. ഇന്നത്തെ എം.എൽ.എ. സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് കേന്ദ്ര ഫണ്ടും വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടി അടുത്ത 2-3 ദിവസം നേരത്തെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് പ്രൊജക്ട് തയ്യാറാക്കി കൊടുക്കണമെന്നുണ്ട്. അതിൽ നിലമ്പൂരിലുള്ള കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി അത് കൃത്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്തേക്ക് ഏറ്റവും ശ്രദ്ധ വേണ്ട അടിസ്ഥാന വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും പുരോഗതിക്കും ക്ഷേമത്തിനും വേണ്ടി ഉള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടാണ് പോകുന്നത്. അവരെ കൃത്യമായിട്ട് കൊണ്ടുവരാനായിട്ട് എന്റെ കഴിവിന്റെ പരമാവധി എല്ലാവർക്കും വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും.